അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആരിഫീങ്ങൾ പറഞ്ഞു, ബുദ്ധിമാന്മാർ 4 വിധമാണ്. ഒന്നാമത്തെ വിഭാഗം മൻ തറക്ക ദുനിയാ ഖബ്ല അൻ തത്റുകഹു. ദുനിയാവ് അവനെ ഉപേക്ഷിക്കുന്നതിന്റെ മുന്നേ, ദുനിയാവിനെ ഉപേക്ഷിച്ചയാൾ, ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന്റെ മുന്നേ ദുനിയാവുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ആളുകൾ ബുദ്ധിമാനാണ്. ദുനിയാവിന്റെ പിന്നാലെ ഓടി നടക്കാതെ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾക്ക്, അത്യാവശ്യമായ സമ്പത്ത് നേടാൻ ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിക്കാൻ ആവശ്യമായ രൂപത്തിൽ ജോലി ചെയ്യുക, സമ്പാദിക്കുക എന്നല്ലാതെ മറ്റുള്ള എല്ലാ ചിന്തകളും ആഖിറം എന്ന ചിന്തയോ നന്മകൾ ചെയ്യണമെന്ന ബോധമോ ഇല്ലാതെ ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി മാത്രം ഓടി നടക്കുക, അത് ബുദ്ധിയുള്ളവന്റെ ലക്ഷണമല്ല, ബുദ്ധിയില്ലാത്തവന്റെ ലക്ഷണമായിട്ടാണ് മഹാന്മാർ പരിചയപ്പെടുത്തുന്നത്. രണ്ടാമത്തെ വിഭാഗം വമൻ ബനാ ഖബ്റഹു ഖബ്ല അൻ യദ്ഖുലഹു. ഖബ്റിൽ പ്രവേശിക്കുന്നതിന് മുന്നേ ഖബ്ർ ഒരുക്കി വെച്ചയാൾ. അഥവാ ഈ ദുനിയാവ് നശിച്ചു പോവാനുള്ളതാണ്, ഈ ദുനിയാവിൽ ഞാൻ ശാശ്വതമായി ജീവിക്കാനുള്ളവനല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോവേണ്ടവനാണെന്ന ചിന്തയോടെ ഖബറിനെ നിർമ്മിച്ചു വെച്ചയാൾ, തനിക്ക് കിടക്കേണ്ട ഖബറിനെ നിർമ്മിച്ചു വെച്ച്. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? മരിക്കുന്നതിന്റെ മുന്നേ തനിക്ക് വേണ്ട ഖബർ കുഴിച്ചു വെച്ചു. 6000 ഖത്മുകളാണ് ആ ഖബറിൽ ഇരുന്നു കൊണ്ട് നഫീസ ബീവി ഓതിച്ചു. 6000 ഖത്മുകൾ. ചിന്തിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 6000 തവണ ഓതി തീർത്തു ആ ഖബറിൽ ഇരുന്നു കൊണ്ട് സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഇന്നും കൈറോയിലെ നഫീസ സിറ്റിയിൽ കിടക്കുന്ന മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നൂറുകണക്കിന് ആളുകൾ ദിവസവും സിയാറത്ത് ചെയ്യുന്നു. അതോടൊപ്പം മഹദി നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ മരിക്കുന്നതിന്റെ മുന്നേ, ഖബറിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നേ ഖബർ ഒരുക്കി വെക്കുക എന്നുള്ളത് സ്വാലിഹീങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. മൂന്നാമത്തെ വിഭാഗം വമൻ അർളാ ഖാലിഖഹു ഖബ്ല അൻ യൽഖാഹ്. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിന്റെ മുന്നേ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന ആള് ബുദ്ധിമാനാണ്. മരിക്കുന്നതിന്റെ മുന്നേ പടച്ചോന് തൃപ്തിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് ചെയ്യാം. ബുദ്ധിയുള്ളവന്റെ ലക്ഷണമാണ് വമൻ അർളാ ഖാലിഖഹു ഖബ്ല അൻ യൽഖാഹ്. പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്നതിന്റെ മുന്നേ അവന് തൃപ്തിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവന്റെ പൊരുത്തവും ഇഷ്ടവും കരസ്ഥമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ബുദ്ധിമാനാണ്. നാലാമത്തെ വിഭാഗം വമൻ സ്വല്ലാ ഖബ്ല അൻ യുസല്ല അലൈഹി. അവന്റെ മേൽ നിസ്കരിക്കപ്പെടുന്നതിന്റെ മുന്നേ നിസ്കരിക്കുന്ന ആളുകൾ. അഥവാ നമ്മളുടെ മേൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേലിൽ മയ്യിത്ത് നിസ്കരിക്കും. മരിക്കുന്നതിന്റെ മുന്നേ നിസ്കാരം ഒന്നും മുടങ്ങാതെ ഒരുപാട് നിസ്കരിച്ച് പടച്ച റബ്ബുമായി അടുക്കുക. ഫർദ് നിസ്കാരങ്ങൾ ഒന്നുപോലും വിട്ടുപോവാതെ, ഖളാ ആയി പോവാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല മാർഗമായി മഹാന്മാര് പഠിപ്പിച്ച നിസ്കാരം, അത് ഒരുപാട് ചെയ്ത് പടച്ച റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കുക. ഈ 4 ആളുകൾ ബുദ്ധിമാന്മാരാണ്. നമ്മൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലാഹു തആല ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിലെങ്കിലും നമ്മെ ഉൾപ്പെടുത്തി നമ്മുടെ ആഖിറം അല്ലാഹു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.